ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചു. 30 ദിവസത്തെ പരോളിൽ സുനി പുറത്തിറങ്ങി. സുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, നേരത്തെയും സുനിക്ക് അനധികൃതമായിട്ടൊക്കെ തന്നെ ഇങ്ങനെ പരോൾ അനുവദിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇപ്പോഴത്തെ ഈ അപേക്ഷയും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി സംബന്ധിച്ച് പ്രജിഷ്, ടി.പി. കേസ് പ്രതി കൊടിസുനിക്ക് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായാണ് പരോൾ അനുവദിച്ചത്. ഈ പരോളിന്റെ അടിസ്ഥാനത്തിൽ കൊടിസുനി ജയിലിൽ നിന്ന് 30 ദിവസത്തെ പരോളിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് കൊടിസുനി പുറത്തിറങ്ങിയത്. അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കൊടിസുനി അടക്കമുള്ള ടി.പി. കേസ് പ്രതികൾക്ക് പരോൾ അനുവദിക്കാനുള്ള നീക്കം വലിയ വിവാദമായിരുന്നു. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അനുകൂലമായി റിപ്പോർട്ട് നൽകിയപ്പോൾ അത് പോലീസ് എതിർക്കുകയും ചെയ്തു. പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത് വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ജയിൽ DGP ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കൊടിസുനിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കത്ത് ജയിൽ DGPക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പക്ഷേ പറയുന്നത് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ കൊടിസുനിയുടെ അമ്മ വന്നിരുന്നു. അമ്മ പരാതിയായി നൽകിയ ആ കത്തിൽ പറയുന്നത് തൻ്റെ മകന് 6 വർഷമായി പരോൾ അനുവദിച്ചിട്ടില്ല. 12 വർഷത്തെ ജയിൽ ജീവിതത്തിനിടയിൽ ആകെ 60 ദിവസത്തെ അവധി മാത്രമാണ് നൽകിയിട്ടുള്ളത്. തനിക്ക് ശ്വാസതടസ്സമുണ്ട്, അസുഖബാധിതയാണ്. തനിക്ക് മകനെ പോയി കാണാനുള്ള ഒരു ആവതില്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തനിക്ക് മകനെ കാണണം, അതിനുവേണ്ടി പരോൾ അനുവദിക്കണമെന്നാണ് ഈ കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ പരാതി പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ കത്ത് അയച്ചിരിക്കുന്നത്. പക്ഷേ ആ കത്തിൽ പറയുന്നത് ഒരു പ്രതിക്ക് ജാമ്യം നൽകണമെന്നോ അല്ലെങ്കിൽ പരോൾ നൽകണമെന്നോ ശുപാർശ ചെയ്യാനോ ഉത്തരവിടാനോ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല. അതേസമയം ഈ ഇറങ്ങിയോ സുനി? കൊടിസുനി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് കൊടിസുനി പരോൾ ലഭിച്ച് 30 ദിവസത്തെ പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചത് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തിൽ എടുത്തു പറയുന്നത് ഇങ്ങനെ ഉത്തരവിടാനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷന് ഇല്ല. പക്ഷേ ഈ പരാതിയുടെ ഒരു മാനുഷികമായ പരിഗണന അത് പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് മാത്രമാണ്. അവിടെയാണ് ഒരു അസ്വാഭാവികത വരുന്നത്. ഈ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് അത് പ്രതികൂലമാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ കുറച്ച് ആശ്ചര്യം തോന്നുന്നു, അല്ലേ? പ്രജീഷ്, ചോദ്യം വ്യക്തമായില്ല. അതായത് ഈ പോലീസിന്റെ ഈ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമാണ് എന്നുള്ളത് ഒരു കാര്യമാണ് അവിടെ. തീർച്ചയായിട്ടും പ്രജീഷ്, നമുക്കറിയാം കൊടിസുനി അടക്കമുള്ള ടി.പി. കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാനുള്ള നീക്കം വലിയ വിവാദമായിരുന്നു. പോലീസിന്റെ എതിർ റിപ്പോർട്ട് അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് കൊടിസുനി അടക്കമുള്ളവർക്ക് ജാമ്യം ഈ പരോൾ അനുവദിക്കാനുള്ള നീക്കമുണ്ടായത്. മാത്രമല്ല, പ്രത്യേകിച്ചും കൊടിസുനി ഈ ടി.പി. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി അതിൽ ശിക്ഷ ലഭിച്ച് ജയിലിൽ എത്തിക്കഴിഞ്ഞ ശേഷവും നിരവധി തവണ മറ്റ് ക്രിമിനൽ കുറ്റങ്ങളിൽ ഭാഗവാക്കാവുകയും കൊടിസുനിക്ക് അടക്കം ഉള്ളവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രതിക്ക് പരോൾ അനുവദിക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലാണ് എന്നുള്ള കാര്യം സംശയാസ്പദമാണ്. കാരണം നിരവധി തവണ ഈ ഒരു കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട് ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുമ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മറ്റ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊടിസുനി. അപ്പോൾ കൊടിസുനിക്ക് അങ്ങനെ പരോൾ നൽകുമ്പോൾ അത് പോലീസിന്റെ ഒരു റിപ്പോർട്ടിന്റെ കൂടി അല്ലെങ്കിൽ പോലീസിന്റെ എതിർ റിപ്പോർട്ട് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പരോൾ നൽകിയിരിക്കുന്നത്. അത് എത്രത്തോളം നീതിയുക്തമാണ്, അത് വലിയ വിവാദമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അനന്തൻ, ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ആ ഒരു കമ്മീഷന് മുൻപാകെ ഉള്ള അമ്മയുടെ അപേക്ഷ അത് മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു പരോൾ അനുവദിക്കുന്നു ജയിൽ DGP. അപ്പോൾ അത് മറുവശം അതാരാണ് പ്രതി, അല്ലെങ്കിൽ എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണിത്. ആ കേസിലെ പ്രതിയുടെ മുൻകാല പശ്ചാത്തലം, മുൻപ് ജയിലിൽ കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച ഈ പരോളുകൾ, അന്യായമായി ലഭിച്ച പരോളുകൾ എന്നതടക്കമുള്ള ചർച്ചകൾ നടന്നാണ്. ആ സംഭവത്തിലൊക്കെ എടുത്തുചാടിയുള്ള ഒരു തീരുമാനമായി പോയി എന്നൊരു വിലയിരുത്തലിലേക്കും ചർച്ചകളിലേക്കും പോയേക്കാം ഈ സംഭവം, അല്ലേ?
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിസുനി TP കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. പക്ഷേ ജയിലിൽ കഴിയുമ്പോഴും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. കൊടിസുനിക്കെതിരെ മറ്റ് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കൊടിസുനിക്കെതിരായുള്ള പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് നിലനിൽക്കുന്നത്. ആ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP നേരിട്ട് കൊടിസുനിക്ക് ഒരു പരോൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അത് മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്.